ഖുൽ ഹുവല്ലദീ ദറഅക്കും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. പറയുക, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയവൻ, അവങ്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഈ ഒരു ആയത്തിലൂടെ മനുഷ്യന്റെ മുഴുവൻ ജീവിതകഥയും അത്യന്തം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കുന്നു. ദറഅക്കും എന്ന പദം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് വിതറി പരത്തുക എന്ന അർത്ഥമാണ്. പക്ഷെ അറബിയിൽ ഈ പദത്തിന് വളരെ ആഴമുള്ള മറ്റൊരു സൂചനയുണ്ട്. ദറഅ എന്നത് യൗവനം കടന്ന് മുടി പതുക്കെ വെളുത്ത് ശരീരം ക്ഷീണിച്ച് മനുഷ്യൻ വൃദ്ധനാകുന്ന അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ആയത്ത് പറയുന്നത് ഇതാണ്: അവൻ നിങ്ങളെ വെറുതെ ഭൂമിയിൽ പരത്തിയതല്ല, അവൻ നിങ്ങളെ വളർത്തി, യൗവനം നൽകി, ശക്തി നൽകി, പിന്നീട് മുടി വെളുപ്പിച്ചു, വൃദ്ധാവസ്ഥയിലേക്കും എത്തിച്ചു. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ അവൻ നിങ്ങളെ ഭൂമിയിൽ വിത്തായി വിതറി കാലത്തിനകത്ത് വളരാൻ വിട്ടു. അറബിയിൽ ദറ എന്ന പദം ഭൂമിയിൽ വിത്ത് നട്ടു വളർത്തുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഇവിടെ ഖുർആൻ നൽകുന്ന അത്ഭുതകരമായ സൂചന നോക്കൂ. നിങ്ങളെ ഭൂമിയിൽ വിതച്ചവൻ തന്നെ അവസാനം നിങ്ങളെ ഭൂമിയിലേക്ക് തിരികെ നട്ടുവയ്ക്കും. യൗവനം, പക്വത, വൃദ്ധാവസ്ഥ, മരണം, മണ്ണ്, ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണ ചക്രം. മുന്നായത്തിൽ അള്ളാഹു പറഞ്ഞിരുന്നു, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയതും. യൗവനവും പക്വതയും എത്തുന്ന സമയത്താണ് ഈ അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നു, നിങ്ങൾ വളരെ കുറച്ചേ നന്ദിയുള്ളവരായുള്ളൂ. അതുകൊണ്ടാണ് 40 വയസ്സെത്തിയ ഒരാളുടെ ദുആ ഖുർആൻ പഠിപ്പിക്കുന്നത്: എൻ്റെ റബ്ബേ, നിനക്ക് ഞാൻ നന്ദിയുള്ളവനാകാൻ എന്നെ നീ പ്രചോദിപ്പിക്കണമേ. 40 വയസ്സ് മനുഷ്യ ജീവിതത്തിൻ്റെ മധ്യബിന്ദു. പകുതി ജീവിതം പിന്നിലായി, മറ്റേ പകുതി മുന്നിലുമുണ്ട്. അവിടെ മനുഷ്യൻ പറയുന്നു, എൻ്റെ മുൻകാലത്തെ നീ ശരിയാക്കണമേ, എൻ്റെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ ശേഷം വരുന്ന തലമുറയെയും നീ ശരിയാക്കണമേ. പിന്നെ ആയത്ത് അവസാനിക്കുന്നു, വ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരപ്പെടുക. ഇവിടെ യാതൊരു ബലപ്രയോഗത്തിൻ്റെയും ആശയമില്ലാത്ത ചിതറിപ്പോയവരെ ശാന്തമായി ഒരുമിച്ച് കൂട്ടുക എന്നർത്ഥമുള്ള തുജ്മഊൻ എന്ന പദം ഉപയോഗിക്കുന്നില്ല. പകരം ഉപയോഗിച്ചിരിക്കുന്നത് ബലവും അധികാരവും പ്രകടമാകുന്ന, ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ആളുകളെ ഓടിച്ചു ചേർക്കുന്ന എന്നർത്ഥം വരുന്ന തുഹ്ശറൂൻ എന്ന പദമാണ്. വിചാരണ, ഉത്തരവാദിത്വം എന്നിവയുടെ ഭാരം അടങ്ങിയിരിക്കുന്ന ഒരു പദം. ജീവിതത്തിൽ വിവേകം ഉപയോഗിക്കാതെ ഹൃദയം അടച്ചുപൂട്ടി സത്യം നിരസിച്ചവർ അവസാന ദിവസം മൃഗങ്ങളെപ്പോലെ ഓടിച്ചു കൂട്ടപ്പെടും. ഇതാണ് മുന്നറിയിപ്പ്. ജീവിതം വളരെ ചെറുതാണ്, യൗവനം സ്ഥിരമല്ല, വൃദ്ധാവസ്ഥ ഉറപ്പാണ്, മണ്ണിലേക്ക് മടങ്ങൽ സത്യമാണ്, പിന്നെ പുനരുദ്ധാനവും. ഇനി സമയം കുറവാണ്. അഹങ്കാരവും അവഗണനയും വൈരാഗ്യവും ഇവിടെ അവസാനിപ്പിക്കണം. കേൾവിയും കാഴ്ചയും ഹൃദയവും ഇനി ശരിയായ ദിശയിൽ ഉപയോഗിക്കണം.